ഇറാനിൽ ജനങ്ങൾ വീണ്ടും തെരുവിലാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇറാൻ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭം. തെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇന്നിപ്പോൾ ആ രാജ്യത്തെ ഒന്നടങ്കം പിടിച്ചുലയ്ക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കുമെതിരെയായിരുന്നു തുടക്കത്തിൽ പ്രതിഷേധമെങ്കിൽ ഇപ്പോഴത് ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയി രാജ്യം വിടാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്താണ് യാഥാർത്ഥ്യം? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയി രാജ്യം വിടാനൊരുങ്ങുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ട്. 20 കുടുംബാംഗങ്ങൾക്കൊപ്പം റഷ്യയിലെ മോസ്കോയിലേക്കായിരിക്കും യാത്ര എന്നായിരുന്നു ആ റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നത്. അവിടെ അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കളുണ്ടത്രേ. പ്രതിഷേധം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ സുരക്ഷാ സേനയോ സൈന്യമോ ഉത്തരവുകൾ പാലിക്കാൻ വിസമ്മതിച്ചാലാകും യാത്രയെക്കുറിച്ച് പരിഗണിക്കുക എന്നായിരുന്നു വിവരം. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിരുന്നു. എന്നാൽ ആ വാർത്തയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്ത്യയിലെ ഇറാൻ എംബസി. റിപ്പോർട്ട് വ്യാജവും അടിസ്ഥാനരഹിതവുമാണ് എന്നാണ് ഇന്ത്യയിലെ ഇറാൻ എംബസി പറയുന്നത്. ഇസ്രായേലുമായുള്ള 12 ദിന യുദ്ധത്തിനിടയിൽ പോലും രാജ്യം വിടാതിരുന്ന നേതാവാണ് ഖാംനെയി എന്നതും എംബസി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ കാരണം അദ്ദേഹം പലായനം ചെയ്തേക്കാമെന്ന വാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ശത്രു രാജ്യങ്ങൾ പ്രചരിപ്പിച്ച നുണയാണിതെന്ന് എംബസി ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട്, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ പല നഗരങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങളായിരുന്നു അരങ്ങേറിയത്. ഇത് ദിനംപ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പല പ്രദേശങ്ങളിലും കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ജീവിതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സർക്കാരിനെതിരെ മുറവിളി ഉയർത്തുന്ന പ്രതിഷേധക്കാർ ഉണ്ടെങ്കിലും മറുവശത്ത് സർക്കാർ അനുകൂല മുദ്രാവാക്യങ്ങളും മുഴങ്ങുന്നുണ്ട്. ഇറാനിൽ ഉടലെടുത്തിരിക്കുന്ന ഭിന്നതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. പണപ്പെരുപ്പം ആശങ്കാജനകമാണെന്നും അത് ജനജീവിതത്തെ ആകെ ബാധിച്ചിട്ടുണ്ടെന്നുമാണ് ഇറാനികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. രാജ്യത്തെ ബാധിക്കുന്ന ജീവിത ചെലവിനെ കുറിച്ച് സാമ്പത്തിക വിദഗ്ധരും വളരെ കാലമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ ജൂണിലെ 12 നാൾ യുദ്ധം, സെപ്റ്റംബറിൽ UN ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ എന്നിവയെല്ലാം പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയായിരുന്നു. 1 കിലോ അരിക്ക് ശരാശരി 40 ലക്ഷം റിയാലാണ് വില എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. $1 ലഭിക്കണമെങ്കിൽ ഏകദേശം 14 ലക്ഷം ഇറാനി റിയാൽ വേണം എന്ന നിലയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ വില ശരാശരി 72% ഉയർന്നത്. ഇറാനിലെ ആകെ 31 പ്രവിശ്യകളിൽ 26 നിലവിൽ ഈ പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട് എന്നതും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പരിഷ്കാരമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അവരെ കേൾക്കാൻ ഇറാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാർക്കെതിരെ സുരക്ഷാ സേന ബലപ്രയോഗം നടത്തുന്നുമുണ്ട്. ഇതുവരെ 20 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാകും ഇറാൻ സർക്കാർ കൈകാര്യം ചെയ്യുക എന്നതാണ് കണ്ടറിയേണ്ടത്. അതേസമയം പ്രതിഷേധത്തെ മുതലെടുക്കാൻ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ളവർ കാര്യമായി പണിയെടുക്കുന്നുമുണ്ട്. ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഈ രാജ്യങ്ങളാണെന്നും ആരോപണമുണ്ട്.